രാവിലെ 9 മണിക്കാണ് ആ വീട്ടുമുറ്റത്തേക്ക് അർജുനെ എത്തിച്ചത്. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടു നിന്ന പൊതുദർശനം, അതിൽ കാത്തുനിന്ന എല്ലാവർക്കും അർജുന അവസാനമായി ഒരു യാത്രാമൊഴി നൽകാൻ കഴിഞ്ഞോ എന്നുള്ളത് സംശയകരമാണ്. എങ്കിൽ പോലും അധികം താമസിപ്പിക്കാതെ, സാഹചര്യം അത്തരത്തിലാണ്, അധികം താമസിപ്പിക്കാതെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അർജുന അവസാനമായി ധരിച്ച വസ്ത്രങ്ങളാണെന്ന് തോന്നുന്നു ആ ചിതയിൽ അർജുനോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നത്. അർജുൻ്റെ ഷർട്ടും അർജുൻ്റെ പാൻറ്റും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും നമ്മൾ വീണ്ടെടുത്തപ്പോൾ അർജുൻ ധരിച്ചിരുന്നതാണ്. ആ വസ്ത്രങ്ങളും അർജുനോടൊപ്പം തന്നെ ആ ചിതയിൽ കത്തിയാൻ വരും. എത്രമാത്രം തീവ്രമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് ആ കണ്ണാടിക്കൽ ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നത്. എത്രമാത്രം വികാരഭരിതമായിട്ടുള്ള രംഗങ്ങൾക്കാണ് നമ്മൾ മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒറ്റക്കെട്ടായി എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അർജുന് യാത്രാമംഗളങ്ങൾ നൽകുന്നത്. അവസാനമായി അർജുന് യാത്രാമൊഴി നൽകാം. ആ തീനാളങ്ങളിലേക്ക് അർജുൻ അമരാൻ പോകുമ്പോൾ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ, വല്ലാത്തൊരു 75 ദിവസത്തിലൂടെ മലയാളികൾ കടന്നുപോയതും ഓർമ്മയിലുണ്ടാകണം. പ്രതിസന്ധികളുടെ, ദുരിതങ്ങളുടെ കാലഘട്ടങ്ങൾ അതിജീവിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അർജുനെ വീണ്ടെടുത്ത് മനാഫിൻ്റെ കലങ്ങിയ കണ്ണുകൾ കാണാം. അതിലെല്ലാം ഉണ്ട് അർജുനോടുള്ള സ്നേഹം, അർജുൻ എന്ന പ്രിയപ്പെട്ടവനോടുള്ള വാത്സല്യം. പൂർണ്ണമായും അർജുൻ്റെ പട്ടട അത് ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിലേക്ക് അഗ്നി പകരും. അതാളിക്കെത്തുമ്പോൾ അർജുൻ്റെ ആ ശരീരം മാത്രമായിരിക്കും ഇല്ലാതാവുക. അതിനുമപ്പുറം എത്രയോ വലുതായി അർജുൻ്റെ ഓർമ്മകൾ നിലനിൽക്കും നമുക്കെല്ലാവരുടെയും ഇടയിൽ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുവൻ്റെ അവസാന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിസാധാരണക്കാരനായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ, സ്ഥിരമായി ദീർഘദൂര സർവീസുകൾ നടത്തിയ കുടുംബത്തെ പോറ്റിയിരുന്ന ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള യുവാവ് അപ്രതീക്ഷിതമായിട്ടാണ് ശിരൂരിലെ ആ കുന്നിടിഞ്ഞു വീണ് ആ കൂറ്റൻ ട്രക്ക് ആ പുഴയിലേക്ക് ഒഴുകി വീഴുന്നത്. ആ ട്രക്കിനുള്ളിൽപ്പെട്ട് ശ്വാസമില്ലാതെ അർജുൻ പിടഞ്ഞു വീണപ്പോഴും നമ്മൾ പ്രതീക്ഷയിലായിരുന്നു. അർജുൻ, നീ മടങ്ങിയെത്തുമെന്ന്. ഇന്നലെ മടങ്ങി വരാൻ സാധ്യതയില്ല എന്ന് ദിവസങ്ങൾ പിന്നിട്ടതോടുകൂടി ഏറെക്കുറെ ബോധ്യമായി. ഒരുപക്ഷെ നമ്മളെല്ലാവരേക്കാളും മുമ്പ് തന്നെ ആ കുടുംബമാണ് ആദ്യം അത് ഉൾക്കൊണ്ടത്. ആദ്യമായി തന്നെ ആ സഹോദരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തൊണ്ടയിടറി പറയുന്നത് ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അർജുനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അർജുൻ ജീവനോടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. എങ്കിൽ പോലും അർജുനെ ഞങ്ങൾക്ക് വേണം. അവസാന കാര്യങ്ങൾ ചെയ്യാനായി, അവസാന കർമ്മങ്ങൾ തീർക്കാനായി അർജുൻ ഞങ്ങളോടൊപ്പം ഈ വീട്ടുമുറ്റത്തെങ്കിലും ഉണ്ടാകാനായി എന്ന് ആ സഹോദരി പറഞ്ഞത് എത്രമാത്രം വികാരഭരിതമായിട്ടാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴും ഉള്ളുലയ്ക്കുന്ന രീതിയിൽ അഞ്ജു എന്ന സഹോദരി പറയുന്നത് എങ്ങനെ മറക്കാൻ കഴിയും? ആ ദൗത്യം പലവട്ടം പല ഘട്ടം ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും അതിനു പിന്നിൽ അത് തുടരാനായി പ്രവർത്തിച്ചവർ
അതിൽ ജനപ്രതിനിധികളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മൽപ്പയുണ്ട്, ആ ലോറി ഉടമയായിട്ടുള്ള മനാഫുണ്ട്. ഇവരൊക്കെ എടുത്ത പ്രയത്നം അത് മുഴുവൻ മലയാളത്തിൻ്റെയും ആഗ്രഹമായിരുന്നു. നമ്മൾ മുഴുവൻ കേരളീയരുടെയും ആഗ്രഹമായിരുന്നു അർജുനെ തിരികെ എത്തിച്ച് ഈ വീട്ടുകാർക്ക് ഈ തരത്തിലെങ്കിലും അർജുന് അവസാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളത്. ഈ അന്ത്യകർമ്മങ്ങൾ അത് നടക്കുമ്പോൾ അതിൻ്റെ ആശ്വാസം മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് നഷ്ടമാണ്. അർജുൻ നഷ്ടമായി ആ കുടുംബത്തിന്. അർജുൻ എന്ന സഹോദരൻ നമ്മൾ മലയാളികൾക്ക് നഷ്ടമാണ്. അപ്പോൾ പോലും തിരികെ കിട്ടിയല്ലോ എന്നുള്ള നേരിയ ആശ്വാസത്തിൽ നമുക്ക് അർജുനെ വിട പറയാം.